ഫ്രണ്ട്സ്, PSC ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ 2024 ജൂലൈ മാസം മുതൽ ഒക്ടോബർ മാസം വരെ LDC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെല്ലാവർക്കും അറിയാം. അതിൽ 20 മാർക്കിനുള്ള ചോദ്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പൊ അതിൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്, നന്നായി നോക്കുക. ഞാൻ ഇതിൽ കുറച്ച് മാത്രമാണ് ഇതിലിടുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഇതിലിടുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല, നേരത്തെ മാതൃക ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഗ്ലോബൽ ജെൻഡർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 129ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. 2023 ഇന്ത്യക്കുള്ള സ്ഥാനം 127ആയിരുന്നു. എന്നാൽ ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? ഐസ്ലൻഡ് രാജ്യത്തിനാണ്. അത് 2023 ഐസ്ലൻഡിലായിരുന്നു, 2024 ഐസ്ലൻഡിലായിരുന്നു. അതിലെ ക്വസ്റ്റ്യനിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് നടന്നു അല്ലെ. അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം നടന്നതാണ്. ആ നടന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഒഡീഷ, ആന്ധ്രാപ്രദേശ്. നമുക്ക് ഇതിനോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇത് ആരാണ്? അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് അറിഞ്ഞിരിക്കണം. രാജീവ് കുമാർ ആണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതും ആരാണ്? എ ഷാജഹാൻ. അപ്പൊ ഇന്ത്യയുടെയും പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തിന്റെയും പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിശ്ചിത മൊയ്ന പദ്ധതി. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്, നിശ്ചിത് മൊയ്ന പദ്ധതി. ഇത് നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമാണ്? അസം സംസ്ഥാനമാണ് ഇത് നടപ്പിലാക്കിയത്. എന്താ ഈ നിശ്ചിത് മൊയ്ന പദ്ധതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ നിശ്ചിത് മൊയ്ന പദ്ധതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റുവാങ് അഗ്നിപർവ്വതം. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് ഇന്തോനേഷ്യയിലാണ് റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റുവാങ് അഗ്നിപർവ്വതം എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ 2024 മെയ്യില് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് റുവാങ് അഗ്നിപർവ്വതം എവിടെയാ സ്ഥിതി ചെയ്തത്? ഇന്തോനേഷ്യ. മനസ്സിലാക്കുക, നന്നായി അത് മനസ്സിലാക്കിയിട്ട് വേണം അത് പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ മറ്റൊരു അഗ്നിപർവ്വതം കൂടിയുണ്ട്, അതാണ് മൗണ്ട് തെറാപ്പി. ഏതാണ്? മൗണ്ട് തെറാപ്പി. ഇനി മൗണ്ട് എറ്റ്ന പറഞ്ഞ ഒരു അഗ്നിപർവ്വം ഉണ്ട്, അത് ഇന്തോനേഷ്യയിലല്ല, അത് ഇറ്റലിയിലാണ്. അതെവിടെയാണ്? അത് ഇറ്റലി. ഇനി എന്താണ് T20 വേൾഡ് 2024 വനിതകളുടെ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കുക, അത് ബംഗ്ലാദേശാണ്. അത് 2026 അതിൽ ഏത് രാജ്യത്താണ് അത് വേദിയാവുന്നത്? അത് ഇംഗ്ലണ്ടിലാണ്. 2026 അതിൽ വേദി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇനി 2023 കഴിഞ്ഞതോ? അത് ദക്ഷിണാഫ്രിക്ക. അതെവിടെയാണ്? അത് ദക്ഷിണാഫ്രിക്ക. അതിലെ ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഓസ്ട്രേലിയ. അപ്പൊ 2023 അത് കഴിഞ്ഞു, അപ്പൊ അത് ഓസ്ട്രേലിയയാണ്. 2026 അത് ഇംഗ്ലണ്ടിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.